പള്ളിയിൽ സംസ്കാര ശുശ്രൂഷയ്ക്കിടെ വിങ്ങിപ്പൊട്ടി വൈദികൻ. പത്തനംതിട്ട മാക്കാംകുന്ന് സെയിന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലെ ശുശ്രൂഷയിൽ ഫാദർ CK ജോസഫാണ് നെഞ്ചുപൊട്ടി കരഞ്ഞത്. അന്ത്യനിദ്രയിലാണ്ട മകൻ തോമസ് ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് പിതാവിന്റെ കണ്ണുകൾ നിറച്ചത്. ഞാൻ കടന്നു ഇവിടുന്ന് പോകുമ്പോൾ ദൈവസന്നിധിയിലേക്ക് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു, അത്രമാത്രം വിശ്വസിക്കുന്നു. അവിടെ പോകുമ്പോൾ ഇവനാണ് എനിക്ക് വെള്ളം ഒഴിച്ചു തന്നു, എന്നെ യാത്രയാക്കണം. പക്ഷെ ഞാൻ അവനെ ഇപ്പോൾ ചെയ്യേണ്ടി വരുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുന്നു. ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. തൻ്റെ വൈദിക ജീവിതത്തിൽ CK ജോസഫ് എത്രയോ സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികനായിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ആ നെഞ്ച് ഇത്രത്തോളം വിങ്ങിയിട്ടുണ്ടാകില്ല, വാക്കുകൾക്കായി ഇത്രത്തോളം പരതിയിട്ടുമുണ്ടാകില്ല. കുറുമാട്ടിൽ ഗ്രിഗറി വില്ലയിൽ തോമസ് ജോസഫ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് മരണമടഞ്ഞത്. 4 മാസം മുൻപ് കാലിന് നീര് വന്നു. പരിശോധനയിലാണ് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞത്. പിന്നീട് ആശുപത്രിയിൽ തന്നെയായിരുന്നു. അടുത്തിടെ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹം പറഞ്ഞു. ധൂപക്കുറ്റിയും കുന്തിരിക്കവുമായി അന്ന് കുറെ നടന്നു. ഒടുവിൽ വീണ് ബോധരഹിതനായി. മരണം ആസന്നമായിരുന്നു. ഈ കുഞ്ഞിനെ എനിക്ക് ഞങ്ങളുടെ വേദനയുടെ തീച്ചുകൂടെ. കാരണം കർത്താവിനോട് ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യം കൊണ്ട്, ഒരു 15 വർഷമെങ്കിലും നീട്ടിത്തരണേ. ഞാൻ ചോദിച്ച ഒത്തിരി എനിക്ക് തന്നിട്ടുണ്ട്, എങ്കിലും 15 വർഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നീട്ടിത്തരണേ. മകന്റെ വേർപാടിൽ ഉള്ളുരുകിയുള്ള ഈ വാക്കുകൾ കേട്ടിരുന്നവരുടെ ആകെ കണ്ണുകളെ ഈർന്നണിയിച്ചു. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനം ഇവന് നൽകട്ടെ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.